അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ അഫ്ളലിർ റുസ്ലി വഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും പരമ്പരയും എന്ന ചർച്ചയിൽ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചായിരുന്നു നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളായ സംസം കിണർ കുഴിച്ചതിനെക്കുറിച്ചും ആനക്കലഹ സംഭവത്തെക്കുറിച്ചുമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സംസം കിണറിൻ്റെ കുഴിക്കൽ സംബന്ധമായുണ്ടായ തർക്കം അവസാനം രമ്യമായി പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ സിറിയയിലേക്ക് യാത്ര ചെയ്യവേ മഴ വർഷിച്ചുകൊണ്ട് അള്ളാഹു അതിന് തക്കതായ പരിഹാരമാർഗം നിർദ്ദേശിച്ചപ്പോൾ ആനക്കലഹ സംഭവത്തിൽ അള്ളാഹു ശത്രുക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കുതിരത്തിനാൽ നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആനക്കലഹ സംഭവത്തെക്കുറിച്ച് നാം വിശാലമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ 45 ദിവസം മുമ്പ് ക്രിസ്താബ്ദം 571 ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന യാമങ്ങളിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഹബഷീനിയയുടെ അല്ലെങ്കിൽ എത്യോപ്യയുടെ രാജാവായിരുന്ന നജാഷിയുടെ പ്രോസിക്യൂട്ടറായിരുന്ന അബ്രഹത്ത് ബിനു സബാഹുൽ ഹബഷി എന്ന ആളായിരുന്നു യമൻ പ്രവിശ്യയുടെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശം അദ്ദേഹം വളരെ കാര്യഗൗരവത്തോടെയും എന്നാൽ വളരെ കൃത്യനിഷ്ഠയോടെയും ഭരിക്കുകയും രാജ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ അറബികൾ ഹജ്ജിന് പോകുന്നതിന് പകരമായി തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുവിടുക എന്ന വളരെ അദമ്യമായ ആഗ്രഹത്തോടുകൂടെ കഅബ ഷരീഫിന് പകരമായി ഒരു പാര ചർച്ചുണ്ടാക്കുകയും ആ ചർച്ച് കഅബയുടെ ആകൃതിയും രൂപവും ആകാരവും നൽകിക്കൊണ്ട് അതിന് വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം അറബികൾക്കിടയിൽ ഖുറൈശികൾക്കിടയിൽ അറിയുകയും ഇത് സംബന്ധമായി അറിഞ്ഞ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൺകുട്ടി സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കി നേരെ അബ്രഹയുടെ കനീസയിലേക്ക് ചെന്ന് കനീസയുടെ അകത്ത് കയറി വിസർജിക്കുകയും വിസർജ്യ വസ്തുക്കൾ കനീസയുടെ ചുമരുകളിൽ തേച്ചുകൊണ്ട് കനീസയെ മലീമസമാക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച അബ്രഹ തൻ്റെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിക്കുകയും ഇതിന് പകരം വീട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടെ അറംറം എന്ന തൻ്റെ സൈന്യത്തെ ഒരുക്കുകയും ചെയ്തു. 60,000-ഓളം വരുന്ന ആനപ്പടയും ആയിരക്കണക്കിന് സൈനികരുമായി നേരെ കഅബ ഷരീഫ് തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ യമനിൽ നിന്ന് പുറപ്പെട്ട സംഘം തെരുവുകൾ താണ്ടി വഴിത്താരകൾ താണ്ടിക്കൊണ്ട് നേരെ കഅബ ഷരീഫിൻ്റെ പരിസരത്തെത്തി. മിനായുടെയും അറഫയുടെയും മുസ്ദലിഫയുടെയും ഒക്കെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന വാദി മുഹസ്സർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി ആനകളെ മുന്നോട്ട് നയിക്കാൻ വീണ്ടും കഅബയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആനകൾ മുട്ടുമടക്കുകയാണുണ്ടായത്. ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. വാദി മുഹസ്സറിൽ നിന്നപ്പുറത്തേക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ ആനകൾ തയ്യാറായില്ല. ഈ ഗജവീരന്മാരുടെ സ്വഭാവത്തിൽ അത്ഭുതം പൂണ്ട അബ്രഹ ആനകൾക്ക് വല്ലതും സംഭവിച്ചോ എന്നറിയാൻ മറ്റു ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് ആനകളെ ഓട്ടുവാനും നടത്തുവാനും ശ്രമിച്ചപ്പോൾ വളരെ വേഗതയോടെ മറ്റു ഭാഗത്തേക്ക് നടക്കുകയും കഅബ ഷരീഫിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നടക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തങ്ങളുടെ പരിശ്രമത്തിൽ വളരെയധികം പരാജിതരായി എന്ന് ബോധ്യപ്പെട്ടു. അധികം വൈകാതെ അള്ളാഹു വളരെ ചെറിയ രീതിയിലുള്ള അടക്കാക്കിളി അല്ലെങ്കിൽ ചെറിയ പൈങ്കിളികളെപ്പോലുള്ള ചെറിയ പക്ഷികളയച്ചുകൊണ്ട് അബാബിയിൽ പക്ഷികളയച്ചുകൊണ്ട് അള്ളാഹു ഈ പടയെ നശിപ്പിക്കുകയാണുണ്ടായത്. ആ പക്ഷിയുടെ ചുണ്ടിലും 2 കാലുകളിലും 3 വീതം കല്ലുകളായി നരകത്തിലെ കല്ലുകളായി ആനയുടെ ശരീരത്തിലേക്കും അതുപോലെ ഈ വന്ന ആയിരക്കണക്കിന് സൈനികരിലേക്കും എറിയുകയുണ്ടായി.
ഈ ഏറ് കിട്ടാത്ത പിൻവശത്തുള്ള ആളുകളും പല പിൻവശത്തും മറ്റു സൈഡുകളിലുമൊക്കെ നിലയുറപ്പിച്ചിരുന്ന സൈനികർ പല ഭാഗത്തേക്കായി പിരിയുകയും പേടിച്ചു വിറച്ചുകൊണ്ട് കൂട്ടം തെറ്റുകയും ചെയ്തു. അങ്ങനെ അവരിൽ പലരും പല ഭാഗങ്ങളിലായി ഛിന്ന ഭിന്നമായി കൊണ്ട് നശിച്ചു. എന്നാൽ ഈ കർമ്മത്തിന് നേതൃത്വം വഹിക്കുകയും ഇതിൻ്റെ തലതൊട്ടപ്പനാവുകയും ചെയ്ത അബ്രഹത്തിന് അസുഖം നൽകി രോഗബാധിതനായി. അങ്ങനെ യമനിൽ നിന്നും വളരെയധികം വ്യസനത്തോടുകൂടെ മക്കയിൽ നിന്നും യമനിലേക്ക് തിരിച്ച യമനിലെത്തുന്നതോടുകൂടെ അസുഖം ബാധിച്ച് ശരീരം വളരെ ദുഷ്കരമായ രീതിയിൽ ചീഞ്ഞളിഞ്ഞുകൊണ്ട് മരണമടഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഈ ആനക്കലഹ സംഭവത്തെക്കുറിച്ച് പഠനം നടത്തിയ ചരിത്ര ഗവേഷകർ പറയുന്നു, ഇത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പായി അറബികൾക്ക് നൽകിയ ഒരത്ഭുതമാണ്, അവിടുത്തെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കാരണം ഇസ്ലാമികമായി ചിന്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി വരെയുള്ള സത്യദീനിൻ്റെ പാന്താവ് അത് ക്രൈസ്തവരുടെ പാന്താവാണ്, അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറകളാണ്. എന്നിട്ട് പോലും ധാരാളം ബിംബങ്ങളെ കൊണ്ട് മലീമസമാക്കിയ കഅബ ഷരീഫിനെ അള്ളാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅസത്തുണ്ട് എന്ന പേരിൽ മാത്രം അന്നത്തെ മുസ്ലിങ്ങളായിരുന്ന ഖുറൈശികൾക്ക് നൽകാതെ, അന്നത്തെ മുസ്ലിങ്ങളായിരുന്ന ക്രൈസ്തവ ശക്തികൾക്ക് നൽകാതെ അത് ഖുറൈശികളുടെ അധീനതയിൽ തന്നെ നൽകാനുള്ള കാരണം പ്രവാചകരോടുള്ള ആദരവാണെന്ന് ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഈ സംഭവം കഅബ ഷരീഫിനെ തകർക്കാൻ വന്ന അബ്രഹത്തിൻ്റെ ആനക്കലഹ സംഭവത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ച നടക്കുകയും പേർഷ്യക്കാർക്കും റോമക്കാർക്കുമിടയിൽ ഇത് സംഭവമായി മാറുകയും ചെയ്തു. അവരെല്ലാം അത്ഭുതത്തോടുകൂടെ കഅബയുടെ മഹത്വത്തെക്കുറിച്ച് വാഴ്ത്തുകയും ഈ കഅബക്കൊരു ഭാവിയുണ്ട് എന്ന് പലരും അടക്കം പറയുകയും ചെയ്തതായി ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അബ്ദുൽ മുത്തലിബിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. ഹാരിസ്, സുബൈർ, അബൂ താലിബ്, അബ്ദുള്ള, ഹംസ, അബൂലഹബ്, ഐദാഖ്, ഗൈദാഖ്, അൽ മുഖവ്വിം, ളിറാർ, അബ്ബാസ് എന്നിങ്ങനെ 10 മക്കളും 6 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ഉമ്മുൽ ഹക്കീം, ബറ, ആത്തിക, സഫിയ, അർവ, ഉമൈമ എന്നിങ്ങനെ 6 പെൺമക്കളും ആയിരുന്നു അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നത്. ഇതിൽ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയായിരുന്നു. ആ അബ്ദുള്ള ജനിക്കുന്നത് ഫാത്തിമ ബിൻതു അംർ എന്ന മാതാവിലൂടെയാണ്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുമ്മയുടെ പേര് ഫാത്തിമ ബിൻതു അംർ എന്നാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കൽ അറുക്കാൻ അല്ലെങ്കിൽ ബലിയറുക്കാൻ വിധിക്കപ്പെടുകയുണ്ടായി. നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇനിയും നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു പ്രവാചകരുടെ ചരിത്രം ഓരോന്നായി ഒപ്പിയെടുത്ത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.